ജീവനാംശം ആവശ്യപ്പെട്ട 100 വയസ്സുകാരിയായ അമ്മയ്ക്കെതിരെ മകൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. അമ്മയ്ക്ക് പ്രതിമാസം 2000 രൂപ ജീവനാംശം നൽകണമെന്ന കുടുംബ കോടതി വിധിക്കെതിരെയാണ് മകൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അമ്മയ്ക്ക് വേറെയും മക്കളുണ്ടെന്നും അതിനാൽ ജീവനാംശം കൊടുക്കേണ്ടതില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പുനഃപരിശോധനാ ഹർജി നൽകിയത്. മറ്റൊരു മകനോടൊപ്പമാണ് അമ്മ താമസിക്കുന്നതെന്നും പരിപാലിക്കാൻ കഴിവുള്ള പ്രായമായ മക്കൾ ഉണ്ടെന്നുമുള്ള ഹർജിക്കാരൻ്റെ വാദം അംഗീകരിക്കാൻ കോടതി വിസമ്മതിച്ചു. വേറെ മക്കളുണ്ടെന്നത് ജീവനാംശം നൽകാതിരിക്കുന്നതിന് തക്കതായ കാരണമല്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. CRPC സെക്ഷൻ 125 പ്രകാരം അമ്മയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് മകൻ്റെ കടമയാണെന്നും അല്ലെങ്കിൽ അയാൾ ഒരു മനുഷ്യനല്ലെന്നും ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. മകനിൽ നിന്ന് ജീവനാംശം ലഭിക്കുന്നതിനായി വയോധികയായ അമ്മയ്ക്ക് എതിർവാദം കേൾക്കേണ്ടി വന്നതിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ജീവനാംശം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് 92 വയസ്സായിരുന്നു പ്രായം. ഇപ്പോൾ 100 വയസ്സായി. ഇപ്പോഴും മകനിൽ നിന്ന് ജീവനാംശത്തിനായി കാത്തിരിക്കേണ്ടി വരുന്നു. സ്വന്തം അമ്മയ്ക്ക് 2000 രൂപ നൽകാതിരിക്കാൻ കോടതിയിൽ മകൻ നിയമയുദ്ധം നടത്തുന്നു. ഇങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കേണ്ടി വന്നതിൽ നാണക്കേട് തോന്നുകയാണെന്നും കോടതി പറഞ്ഞു. കുടുംബ കോടതി 2022 ഉത്തരവിറക്കിയെങ്കിലും ഹർജിക്കാരൻ ജീവനാംശം നൽകിയിരുന്നില്ല. ഇതിനെതിരെ ഹർജിക്കാരന് മേൽ പിഴ ചുമത്തുന്ന കാര്യം കോടതി പരിഗണിച്ചെങ്കിലും അമ്മയ്ക്കെതിരെ നോട്ടീസ് പുറപ്പെടുവിക്കാത്തതിനാൽ നടപടി ഒഴിവാക്കുകയായിരുന്നു.